പോട്ട് ദാണ്ട് ദാണ്ട് ഇത് കണ്ടോ ഇതാണ് പോട്ട് 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 പോട്ട്. ഋതുട്ടൻ്റെ ഈ നിർത്താതുള്ള കരച്ചിലിൻ്റെ കാരണം 3.5 മാസത്തെ കുത്തിവയ്പ്പിൻ്റെ ആയിരുന്നു കേട്ടോ. ആൾ ഇന്ന് കുറച്ചും കൂടെ അറിയാറായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നിർബന്ധം, അതായത് കരച്ചിൽ കുറച്ചും കൂടെ കൂടുതലായിരുന്നു. ആളെ ഒന്ന് ആശ്വസിപ്പിച്ചെടുക്കാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. അങ്ങനെ ഇതാ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് ഞാനിങ്ങനെ സമാധാനപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ ഷുഗർ ടെസ്റ്റും പിന്നെ BP ഒക്കെ അവർ ചെക്ക് ചെയ്യുക കേട്ടോ. അമ്മയ്ക്ക് ഷുഗർ ഇത്തിരി കൂടുതലായിട്ടാണ് അവിടെ കാണിച്ചത്. എനിക്ക് പക്ഷേ നോർമലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഒരു അരമണിക്കൂർ കഴിഞ്ഞല്ലേ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നതിന് ശേഷം ഇതാ പതുക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മോൾ അപ്പോഴത്തേക്ക് പിന്നെ കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ. ആൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോഴും ആളിങ്ങനെ ഉറങ്ങിയിരിക്കുകയാണ്. ഇനി മരുന്നൊക്കെ കൊടുക്കണം. പിന്നെ ഇതാ പിറ്റേ ദിവസമാണ് നമ്മൾ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. ആൾക്ക് കുറച്ച്, അതായത് ദേഹത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു കുരുക്കൾ പോലെ വന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം എന്താണെന്ന്. അങ്ങനെ ദേഹം ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് വേറെയും കുഞ്ഞുമക്കൾക്ക് ഇതേ കൂട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് 2.5 മാസത്തെ വാക്സിൻ എടുത്ത സമയത്തും മോൾക്ക് ഇതേപോലെ ദേഹത്ത് കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ 3.5 മാസത്തെ വാക്സിൻ എടുത്ത സമയത്തും മോൾക്ക് ഇങ്ങനെ കുരുക്കൾ വന്നു. ഇത് വെച്ച് കൂടുതലായിട്ട് വന്നു കേട്ടോ. ഇത് കൂടുതൽ ദിവസം നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 1 ആഴ്ചത്തോളം അവളുടെ ദേഹത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. ആ സമയത്തും ഞാൻ ഇതോട്ട് ഈ റാഷസ് വരുമ്പോൾ ഇട്ട് കൊടുക്കുന്ന ലോഷനാണ് ഇട്ട് കൊടുത്തത്. അന്ന് ഞാൻ മെഡിസിറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഹെൽത്തിലെ സിസ്റ്ററെ വിളിച്ച് ചോദിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുപോയി. ഇപ്പോൾ രണ്ടാമത് ഇതേ കൂട്ട് വന്നപ്പോഴത്തേക്ക് വാക്സിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെയാണ് ഞാനിപ്പം വീണ്ടും ഞാൻ ഈ ഹെൽത്തി വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പാലത്തറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അങ്ങോട്ടാട്ടോ കൊണ്ടുപോയി കാണിച്ചത്. ഇവിടെ കാണിച്ചപ്പോഴും അവർ ഇതോട്ട് കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വാക്സിൻ എടുക്കുന്നുണ്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ ചില കുട്ടികൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഒരു ഇത് ഇങ്ങനെ കാണിക്കും എന്നുള്ള രീതിയിലൊക്കെ ആട്ടോ പറഞ്ഞത്. എനിക്കറിയില്ല. നമ്മുടെ വേറെ കുഞ്ഞുമക്കൾക്കാർക്കെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതേ കൂട്ടാണ് മോൾക്ക് ദേഹം ഫുള്ളുണ്ടായിരുന്നു. അത് അന്ന് ആദ്യത്തേത് ഒരു പിറ്റേ 2 ദിവസം കൊണ്ട് മാറി. ഇത് ഒരാഴ്ച ആയിട്ടും കുഞ്ഞിന് ഫുള്ളായിട്ട് മാറുന്നേ ഉണ്ടായിരുന്നില്ല. ലോഷൻ പുരട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ആൾ കാണിക്കുന്നുണ്ടായിരുന്നു.